പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ എൻഡിഎക്ക് തിരിച്ചടിയായത് യുഡിഎഫിന്റെ വർഗീയ ധ്രുവീകരണം. മുസ്ലിം വിഭാഗങ്ങളെ ഒരുമിപ്പിക്കാൻ നടത്തിയ പ്രചാരണങ്ങൾ യുഡിഎഫിന് ഗുണം ചെയ്തു. പിഎഫ്ഐയെ ഉപയോഗിച്ചാണ് യുഡിഎഫ് പ്രചാരണം നടത്തിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഓരോ വീടുകളിലും കയറിയായിരുന്നു കോൺഗ്രസിന്റെ വർഗീയ പ്രചാരണമെന്ന് എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പ്രതികരിച്ചു. കോൺഗ്രസിന്റെ വർഗീയ പ്രചാരണം ഫലം കണ്ടു. SDPIയെയും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളെയും കൂട്ടുപിടിച്ചുള്ള പ്രചാരണത്തിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ UDFന് കഴിഞ്ഞു. PFIയെ കൂട്ടുപിടിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രചാരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ UDFന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം തന്നെയാണ്. NDA വിജയിച്ചാൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്ന തരത്തിൽ വീടുകൾ കയറി കോൺഗ്രസ് പ്രചാരണം നടത്തിയെന്ന് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പറഞ്ഞു. BJPക്കെതിരായിട്ട് മുൻ MLA ഓരോ വീടുകളിലും പോയിട്ട് പറഞ്ഞതിന് പേഴ്സണലായിട്ട് ഓരോ വീടുകളിൽ സന്ദർശിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വീടുകളിൽ പോയി പറഞ്ഞതിനെ സംബന്ധിച്ച് അവരുടെ പാർട്ടിക്കാരൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് വീടാന്തരം കയറി പറയുന്നത്. കൃഷ്ണകുമാർ ഇവിടെ ജയിച്ചാൽ വലിയ കലാപം പാലക്കാട് ഉണ്ടാവും, നിങ്ങൾക്കൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നുള്ള പ്രചാരണം പോലും ഇവിടെ നടത്തിയിട്ടുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പാർട്ടിയുടെ വോട്ടുകൾ ഇത്തവണ നഷ്ടമായിട്ടില്ലെന്നും മെട്രോമാന്റെ വ്യക്തിപ്രഭാവത്തിന് ലഭിച്ച വോട്ടുകൾ ഇക്കുറി ലഭിച്ചില്ലെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. പരാജയം പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷനും പ്രതികരിച്ചു. UDFന്റെ വർഗീയ ധ്രുവീകരണം വിജയിച്ചു. ഗ്രീൻ ആർമി രൂപീകരിച്ചതും മതമൗലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് നടത്തിയ ഇടപെടലും അവർക്ക് തുണയായി. ക്യാമറമാൻ പ്രശോഭനൊപ്പം ശിവദാസ് കന്മനം, ജനം, പാലക്കാട്.